വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഓണം സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടൊരു മാക്സി ഡ്രസ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഡ്രസ്സിൻ്റെ യോക്ക് പോർഷനിൽ വരുന്ന ബീഡ്സ് ഡിസൈൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടോപ്പ് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് രണ്ടാക്കി മടക്കി വെക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ലൈനിങ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രണ്ടാക്കി മടക്കി വെച്ചു. ഇനി നമ്മൾ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഏറ്റവും മുകളിലായിട്ട്. എന്നിട്ട് അത് നീട്ടി വരച്ചു കൊടുത്തു. ഷോൾഡറിനായിട്ട് ഞാനൊരു 6 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചെസ്റ്റിനായിട്ട് ഒരു 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിന് 9 ഇഞ്ച്. ഇനി ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആം ഹോളിൻ്റെ ലെങ്ത്തിൽ 4.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്രിൻസ് കട്ട് ചെയ്തിട്ടെടുക്കാൻ പോകുന്നത്. ഇനി മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി സെൻറ്ററിൽ നിന്ന് നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ വെച്ചത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടി. ഇനി ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒന്ന് നോക്കുന്നുണ്ട്. ഞാനിവിടെ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക. താഴെ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 2 പോയിൻറ്റിക്ക് നമ്മൾ നേരത്തെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇത് എങ്ങനെ ഒന്ന് ഡാർട്ട് വരച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ നേരത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അങ്ങോട്ടേക്കും നമ്മളൊരു കർവ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സൈസ് സ്മോൾ ആണെങ്കിൽ, എക്സ്ട്രാ സ്മോൾ ആണെങ്കിൽ ഈ സെയിം മാർക്കിങ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. വേസ്റ്റ് ഞാനവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആം ഹോളിൻ്റെ ആ പോർഷനും ഇപ്പോൾ മാർക്ക് ചെയ്ത് അവിടെ ആയിട്ടൊന്ന് സെയിം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതേപോലെ വിടുക കേട്ടോ. നമ്മൾ അത്രയും പോർഷൻ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടുവാണ്. പിന്നെ നെക്കിൻ്റെ വിടുത്തായിട്ട് 4 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ടും 4 ഇഞ്ചാണ്, 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ നെക്ക് നമ്മളൊരു യൂനെക്കായിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് ഞാനിത് ഒന്ന് സ്ക്വയറായിട്ട് വരച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കോണ് വരുന്ന ആ ഒരു പോർഷനിൽ അവിടെ മാത്രം ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു യു ഷേപ്പായിട്ട് വരച്ചിട്ടെടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഏകദേശം ഒരു 2.5-3 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടെടുത്തു. ഇതേ നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിങ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രം മതി. അപ്പോൾ അതേ വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ സൈഡ് പോർഷനൊക്കെ ഒന്ന് മാറ്റാം. അതേപോലെ ഡാർട്ടും 2 മാറ്റാം. പിന്നെ അടിവശം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ പോർഷൻ മാത്രം മതി. സൈഡ് പോർഷൻ നമുക്ക് ആവശ്യമില്ല. മെയിൻ ക്ലോത്തിൻ്റെ സൈഡ് പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ലൈനിങ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 സൈഡിലും വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ബോട്ടം പോർഷൻ്റെ അതേ ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ലൈനിങ് കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ക്ലോത്ത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ടാണ് ഒരു ലൈനും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ആ മെയിൻ ലൈനിങ്ങും. അപ്പോൾ ഇതേ നമ്മൾ സൈഡും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്യണം. അതിനായിട്ട് ലൈനിങ് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ താഴോട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊന്ന് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഷോൾഡറിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റായിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെയാണ്, ഇത്രയും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 8 ഇഞ്ച്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബോഡി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്കിൻ്റെ വിടുത്തായിട്ട് 4 ഇഞ്ചും പിന്നെ അതിൻ്റെ ലെങ്ത്തായിട്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ഒരു സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തു.
ഒന്ന് സ്ക്വയറാക്കി വരച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കോൺ വരുന്ന സ്ഥലത്ത് ആ കോർണറിൽ ഒന്ന് യു ആയിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ യു നെക്ക് തന്നെയാണ്, യു ഷേപ്പ് നെക്ക് തന്നെയാണ് ബാക്കിലും ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ അവിടെയും ബോഡീൻ്റെ അവിടെയൊക്കെ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടിവശത്ത് ഓൾറെഡി നമ്മളൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി വിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിൽ നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ലൈനിങ് ഇത് വെച്ച് കൊടുത്തു മെയിൻ ക്ലോത്തിൽ. ഇനി ഇതേ ഷേപ്പിൽ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വശം റെഡി ആയിട്ടുണ്ട്. ഇനി ബോട്ടം പോർഷൻ കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4.5 മീറ്റർ ക്ലോത്തിനെ 4.5 മീറ്റർ ക്ലോത്തിനെ 4ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ വേസ്റ്റിൻ്റെ ആ സർക്കിൾ കണ്ടെത്തണം. അതിനായിട്ട് എനിക്ക് 4 കിട്ടിയിരിക്കുന്നത്. എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ വേസ്റ്റ് പിന്നെ 24 24ൻ്റെ കൂടെ ഞാനൊരു 1 ഇഞ്ച് ആഡ് ചെയ്തു, അങ്ങനെ 25. ആ 25നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.93 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കാണ് കിട്ടുക. ആ ഒരു നമ്പറായിരിക്കും കിട്ടുക. അതിനെ റൗണ്ട് ആക്കിയിട്ട് 4 ആയിട്ട് എടുത്തു. അങ്ങനെയാണ് എനിക്ക് 4 ഇഞ്ച് കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഈ കോർണർ ഉണ്ടല്ലോ, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള കോർണറിൽ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ കറക്റ്റ് കോർണർ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു സർക്കിളായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതേ ഈ സർക്കിൾ നമുക്ക് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് എനിക്ക് ടോട്ടൽ വേണ്ട ലെങ്ത്ത് 36 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഇന്നർ ലെങ്ത്ത് ആയിട്ടുള്ള ഇന്നർ സർക്കിളിൻ്റെ 4 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 14 ഇഞ്ച് കിട്ടും, 40 ഇഞ്ച് കിട്ടും. അത് നമ്മൾ ഈ കോർണറിന് താഴോട്ട് 40 ഇഞ്ച് വീതമാണ് സർക്കിളായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇന്നർ സർക്കിൾ മാർക്ക് ചെയ്ത ആ കോർണറിൽ നിന്നാണ് നമ്മൾ ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ടാപ്പ് പിടിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാപ്പ്. എന്നിട്ട് അതിൻ്റെ മേലെ എൻ്റെ സിസേഴ്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് ഇതാ കോർണറിൽ വെച്ച് താഴത്തോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് 40 ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സർക്കിളായിട്ട് 40 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും മാർക്ക് ചെയ്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പോർഷൻ കിട്ടും, ബാക്കും ഫ്രണ്ടും. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് എനിക്കിവിടെ ഒരുപാടൊന്നുമില്ല, കഷ്ടിച്ചൊരു 2.5 മീറ്ററേ ഉള്ളൂ. അത് ഞാൻ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്ലോസ്ഡ് ആയുള്ള പോർഷനിൽ താഴോട്ടുള്ള ലെങ്ത്തായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വിഡ്ത്തായിട്ട് ഈ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വിഡ്ത്തായിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ മാർക്കിങ് എങ്ങനെ കിട്ടിയതെന്ന്. അപ്പോൾ ഞാനിതെൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീഡിയംകാർക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും. കാരണം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ലെങ്ത്തായിട്ട് ഞാനിവിടെ 32 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ലൈനിങ്ങിൽ എപ്പോഴും കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കുമല്ലോ. ഇനി നമുക്ക് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം 3 വശത്തായിട്ട് മാർക്ക് 2 എഡ്ജിലും പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ലൈനിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടത്തിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ബോട്ടത്തിൻ്റെ ലൈനിങ്ങോട് ഒരുമിച്ച് വെച്ചിട്ട് വേസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. കാരണം നമുക്ക് ബോട്ടം വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ വേസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ട്രാൻസ്പാരൻറ്റ് ക്ലോത്തും ഒരു വൈറ്റ് ലൈനിങ് എടുത്തല്ലോ, അത് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ പ്രിൻസ് കട്ട് ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടെടുക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസ് കട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ വരുന്നത്, അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ഇതേപോലെ തന്നെ ലൈനിങ് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്കിതേ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ആവശ്യമില്ലാത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി നെക്ക് ലൈൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ നെക്ക് ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതേ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ടൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വയ്ക്കുക. ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ നല്ല ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മടക്കി വെച്ചു, വീണ്ടും ഒന്ന് മടക്കി, അങ്ങനെ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. 4ആക്കി മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ വിടുത്ത് വരുന്നത് 12 ഇഞ്ചാണ്. വിടുത്താട്ടോ 12 ഇഞ്ച്. അത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഡ്ജ് വശത്തായിട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് മേലെ മാർക്ക് ചെയ്തതിൻ്റെ താഴോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്ജിൽ നിന്ന് സെൻറ്ററിലോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ 3.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3.5ൻ്റെ താഴോട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ 7 ഇഞ്ച് തുടങ്ങി ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടുന്ന് ഇതേ ഇങ്ങനെ കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കർവായിട്ടൊന്ന് വരയ്ക്കേണ്ടത്, കാരണം നമുക്ക് ബലൂൺ സ്ലീവാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ സെൻറ്ററിക്ക് നമുക്കിങ്ങനെ 5 ഇഞ്ച് ഫ്രീ ആയിട്ട് കിട്ടും. അത്രയും നമുക്ക് ഫ്രിൽസ് വരാനുള്ളതാണ്. അപ്പോൾ 5 ഇഞ്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി താഴോട്ട് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഇവിടെ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡൗൺ വിഡ്ത്തായിട്ട് ഇവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടുന്ന് തൊട്ട് നമ്മൾ ഇതേ ഈ ഒരു വശം ഉണ്ടല്ലോ, അവിടെ വരെ ആം ഹോളിൻ്റെ ആ ഒരു വശം വരെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തയ്യൽ തുമ്പിനായിട്ട് ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് വിടുക. അതേപോലെ തന്നെ താഴെ ഡൗൺ വിഡ്ത്തിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് വിടുക. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ്സിൽ ഫ്രിൽസ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ എഡ്ജ് വശത്ത് കൂടെ ഒരു ലോ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ത്രെഡ് മാത്രം ഇങ്ങനെ വലിച്ചിട്ട് ഇതൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവും ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതേ നമ്മൾ 2 സ്ലീവും ഫ്രിൽസ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഈ ടോപ്പിൻ്റെ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സൈഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുക. ഇന്ന് സ്ലീവ് എപ്പോഴും നടുവെന്ന് വേണ്ടോ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അടിവശത്ത് നമുക്ക് ഫ്രിൽസ് കൊടുക്കാം. അതിനായിട്ടൊന്ന് ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. 2 സ്ലീവിൻ്റെ അടിവശത്തും ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശത്ത് നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ താഴെ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ നമ്മൾ താഴെ ബാൻഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് അതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ആ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് വശം ഒന്ന് ഫോൾഡ് ചെയ്യണം. എഡ്ജ് വശം ഒന്ന് അതൊന്ന് ഫോൾഡ് ചെയ്തു. ഇത് മൊത്തം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് എഡ്ജ് വശം ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ഉള്ളിലാക്കേണ്ട വിധത്തിൽ ഒന്ന് കവർ ചെയ്ത രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് ബാൻഡ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 2 എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേ 2 എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശത്ത് നമ്മളിതേ ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവ് നമ്മൾ ഒരേപോലെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും കൂടെ ഒരുമിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ടോപ്പ് പോർഷന് നല്ല വശവും ബോട്ടം പോർഷന് നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് വേസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ബോഡി അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മളിതേ ബോഡീൻ്റെ കുറച്ചൊരു ടോപ്പിൻ്റെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ടോപ്പിൻ്റെ താഴെ വരെ ഏകദേശം ഒരു താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ താഴോട്ട് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടും തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഞങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ കൂടി പിടിച്ച് നിൽക്കും, അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ ബോഡി നമ്മൾ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ടോപ്പ് കഴിഞ്ഞിട്ടൊരു 8 ഇഞ്ച് നമ്മൾ താഴത്തോട്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടും തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തത്. ഇനി ബോട്ടത്തിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ മെയിൻ ക്ലോത്തിൻ്റെ അടിവശം റോൾഡ് ഹെമ്മാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ മാക്സി ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴത്തുള്ള ഓണം ഫോട്ടോഷൂട്ടിന് ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഭയങ്കര ഇഷ്ടമാണ്. അത് കുറേ കാലമായിട്ട് ചെയ്യണം വിചാരിച്ചിരിക്കുകയാണ് ഈ ഒരു കോമ്പിനേഷനിലുള്ള ഡ്രസ്സ്. അപ്പോഴാണ് നമുക്ക് ഓണത്തിന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഈ ഒരു ഡ്രസ്സിൻ്റെ പിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് കൂടെ പറയാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് ഉറപ്പാക്കി വെക്കുക കേട്ടോ. സോ ഗൈസ്, സീ യു വിത്ത് ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.